മാധ്യമപ്രവർത്തകൻ ശ്രീ ആനന്ദ് കൊച്ചുകൂടിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൊണ്ട് ഉണ്ടായത് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഒരു പാൻ ഇന്ത്യ പാർട്ടി എന്ന് ഇപ്പോഴും പറയാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്കുണ്ടായത് അവരുടെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇനി ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നൊരു ആത്മവിശ്വാസം ആ പാർട്ടിയിലെ സാധാരണ അണികൾക്ക് നഷ്ടപ്പെട്ട ഈ ഒട്ടേറെ നേതാക്കൾ നേരത്തെ BJP നേതാവ് പറഞ്ഞതുപോലെ തന്നെ BJPയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയടക്കമുണ്ടായി. കാരണം ആ പാർട്ടിക്ക് ഇനി തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളൊരു വല്ലാത്ത ഒരു ആത്മവിശ്വാസക്കുറവ് ആ പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായ ഒരു പാർട്ടിക്ക് തിരിച്ചു വരണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ ആത്മവിശ്വാസം ഉണ്ടാക്കലാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര കൊണ്ട് അത്തരത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിക്കെങ്കിലും അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിയിൽ കുറേ കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം, ചിട്ടയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അവരിങ്ങനെ 50-60 വർഷമായി ഈ ഭരണത്തിൽ തുടർന്ന് അവർക്ക് അതിൽ ഇങ്ങനെ ഭരണത്തിൽ തുടർച്ചയായി വരുമ്പോൾ ഉണ്ടാകുന്ന ചില പരാജയങ്ങൾ, പരാധീനതകൾ അവർക്കുണ്ടായി. അവർ കൃത്യമായ സംഘടനാ പ്രവർത്തനം നടത്താതെയായി. പിന്നെ അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള മെറിറ്റുള്ള കഴിവുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് പകരം അവരുടെ തന്നെ 2-3 തലമുറ നേതാക്കളുടെ മക്കളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനും അതുപോലെയുള്ള ഈ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു ശൈലി കോൺഗ്രസ് കുറേ കാലമായി സ്വീകരിച്ചിരുന്നു. 2004 തന്നെ അവർ അധികാരത്തിൽ വന്നത് പിൻവാതിലിൽ കൂടിയാണ്. അന്ന് പോലും അവർ ജയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും വളരെ നല്ല ഒരു ഭരണം മൻമോഹൻ സിംഗിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ന്യൂക്ലിയർ ഡീലിൻ്റെ വിഷയത്തിൽ ഇന്ത്യയിലെ മധ്യവർഗം CPM നിലപാടിനെ തള്ളി, BJP നിലപാടിനെയും തള്ളി കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ അവർക്ക് ഒത്തിരി അടിതെറ്റുന്ന അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടായി മോദി വരുന്നത്. മോദി വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മോശമായി. ഇത് ഈ മോദിയെ എതിർക്കുക എന്ന ഒറ്റ പോയിന്റിലേക്ക്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ മാത്രം അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് പൊളിറ്റിക്സിലേക്ക് പലപ്പോഴും അത് തിരിയുന്ന ഒരവസ്ഥ വന്നു. കോൺഗ്രസിന് എന്താണ്, കോൺഗ്രസിൻ്റെ നയം എന്താണ്, കോൺഗ്രസിൻ്റെ ബദൽ എന്താണ്, കോൺഗ്രസ് എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്, അവരുടെ ആശയങ്ങൾ അവർക്ക് പലപ്പോഴും പറയാൻ പറ്റാതെ പോയി. പിന്നെ അവർക്കൊരു നേതാവില്ലാത്ത അവസ്ഥ വന്നു. രാഹുൽ ഗാന്ധി തന്നെ പലപ്പോഴും അദ്ദേഹത്തെ ഉന്തിക്കൊണ്ട് മുന്നിൽ നിർത്തേണ്ട അവസ്ഥ കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു നാച്ചുറൽ ആയിട്ടുള്ള, വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തതിൻ്റെ ഫലം ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടായി. അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും, അതായത് 2018 അവസാനമൊക്കെ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ കോൺഗ്രസ് ജയിച്ചു. അവിടെ ഒരു സംസ്ഥാനത്ത് BJP ആ സർക്കാരിനെ കാശ് കൊടുത്ത് MLA-മാരെ ചാക്കിലാക്കി സർക്കാർ മറിച്ചിട്ടു എന്നൊക്കെയുള്ളത് പിന്നീട് നടന്നതാണ്. അപ്പോൾ അത് ആ സംസ്ഥാനങ്ങളിൽ പോലും 4 മാസം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ BJP തൂത്തുവാരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി പലപ്പോഴും അത് ആ നേതൃത്വത്തിൻ്റെ മുൻനിരയിലേക്ക് വരാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നേതൃത്വം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മുഖ്യ കാരണം അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം പലപ്പോഴും എപ്പിസോഡിക്കായിട്ട് 2014 ശേഷം അദ്ദേഹം ഏകദേശം 6 മാസം എല്ലാ വർഷവും, കോവിഡ് വരുന്നവരെ 6 മാസവും അദ്ദേഹം വിദേശത്ത് ചെലവഴിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എപ്പിസോഡിക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ബ്രേക്ക് എടുക്കുന്ന രാഷ്ട്രീയ ശൈലി തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അപജയം. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു മാറ്റമാണ് അത് രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു ശൈലിയുടെ മാറ്റവും, കോൺഗ്രസിന് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം, അത് സംഘടനാ പ്രവർത്തനം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും സംഘടനയെ കുറച്ചെങ്കിലുമൊക്കെ ചലിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് കുറച്ചെങ്കിലുമൊക്കെ ഉത്തേജനം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇത് നടത്താൻ കഴിഞ്ഞു. മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധ കിട്ടി, ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ കിട്ടി. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇന്ത്യയിലെ മധ്യവർഗത്തിനുണ്ടായിരുന്ന പല കോണുകളിൽ നിന്ന് ഉണ്ടായിരുന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ ആരും അദ്ദേഹത്തെ പപ്പു എന്ന് വിളിക്കില്ല എന്ന് നമുക്ക് BJP-കാരൊഴികെ ആരും പപ്പു, ഇനിയിപ്പോൾ കേരളത്തിലെ ചില CPM-കാർ വിളിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നേരത്തെ അബിൻ വർക്കി പറയുന്നുണ്ടായിരുന്നു ഈ കണ്ടെയ്നർ ജാഥയുടെ കാര്യം. ഓപ്പ് ഇന്ത്യയിൽ BJP-യുടെ പ്രൊപ്പഗാൻഡ ഓർഗനായ ഓപ്പ് ഇന്ത്യയിൽ വന്ന ലേഖനത്തെ ചുവടുപിടിച്ച് ഇവിടെ ഈ സത്യാനന്തര പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ M സ്വരാജ് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ വളരെ പിതൃശൂന്യമായ ഒരു പ്രസ്താവനയാണ് അന്ന് അദ്ദേഹം നടത്തിയത്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഇതുപോലെയൊക്കെ ആരും എതിർക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചു. 150 ദിവസത്തിൽ ഇപ്പോൾ 135 ദിവസത്തിൽ 116 ദിവസം അദ്ദേഹം തന്നെ നടന്ന് 4000 കിലോമീറ്റർ അദ്ദേഹം കാൽനടയായിട്ട് നടന്നിട്ടാണ് ഈ യാത്രയിൽ അദ്ദേഹം മുന്നോട്ട് പോയത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും കാലം അദ്ദേഹത്തിനുണ്ടായ പരാധീനതകളൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിനുണ്ടായ പാളിച്ചകളൊക്കെ ഒരു പരിധിവരെ മറികടക്കാൻ ഈ ഒരു യാത്ര കൊണ്ടായിട്ടുണ്ട്. പണ്ട് രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛനായ ജവഹർലാൽ നെഹ്റു 1936-37 കാലഘട്ടത്തിൽ കോൺഗ്രസിന് ഈ പ്രവിശ്യ തെരഞ്ഞെടുപ്പുകളിൽ തോൽവി സംഭവിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് പണ്ട് ഇതുപോലെ ഒരു യാത്ര നടത്തി കോൺഗ്രസിനെ അന്ന് തിരിച്ചു കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ ഇന്ത്യ ഘട്ടത്തിൽ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല യുവ നേതാക്കളും സ്വരാജും കോൺഗ്രസ് നേതാക്കളും അടക്കം പുസ്തകം വായിക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് അറിയുമെന്നറിയില്ല. പക്ഷേ ഇന്ത്യ ഘട്ടത്തിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചാൽ അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു യാത്ര കോൺഗ്രസിനെ ഒരു പരിധിവരെ കോൺഗ്രസിൻ്റെ അണികൾക്കും കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും പ്രചോദനം നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. എന്ന് വെച്ചുകൊണ്ട് മാത്രം കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകേണ്ടി വരും. കോൺഗ്രസിന് ഒരു നല്ല സംഘടന ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. കോൺഗ്രസിന് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ഈ രാഹുൽ ഗാന്ധി എന്ന ഒറ്റ നേതാവല്ലല്ലോ, ഒരു ടീം വർക്കാണ്. ഇപ്പോൾ BJPയും നരേന്ദ്രമോദിയും മുന്നോട്ട് വയ്ക്കുമ്പോൾ നരേന്ദ്രമോദിയല്ല, അവർക്ക് അണികളുണ്ട്, അവരുടെ മറ്റ് നേതാക്കളുണ്ട്, അവരെല്ലാം കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. കോൺഗ്രസിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല. അതിനെല്ലാം മറികടന്നാൽ മാത്രമേ കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സാധ്യതയുള്ളൂ. കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയുടെ സർവേ വന്നിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസിനും UPAക്ക് 190-200 സീറ്റ് കിട്ടുമെന്നാണ് അതിൽ പ്രവചിക്കുന്നത്. ആ ഒരു സാഹചര്യം എത്രമാത്രം കോൺഗ്രസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളിടത്താണ് കോൺഗ്രസിന് എങ്ങനെ ഈ ഭാരത് ജോഡോ യാത്രയെ വോട്ടാക്കി മാറ്റാൻ കഴിയും എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും.